നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഇറാൻ അമേരിക്ക വെടിനിർത്തൽ തുടരാൻ ധാരണയായതായി സൂചന. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ തുടരാൻ ധാരണയായതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ അനുമതിക്ക് ശേഷമാകും പ്രഖ്യാപനം. കരാർ നിലവിൽ വന്നാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നേക്കും. ഒരിടവേളയ്ക്ക് ശേഷം കുവൈറ്റിലേക്ക് വീണ്ടും ആക്രമണം. ഡ്രോൺ ആക്രമണം ഉണ്ടായതായി കുവൈറ്റ് ആർമി സ്ഥിരീകരിച്ചു. ആക്രമണത്തിന്റെ ഉറവിടം വ്യക്തമല്ല. പുലർച്ചെയാണ് കുവൈറ്റിനു നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണം ആരംഭിച്ചതോടെ അപായ സൈറണുകൾ മുഴങ്ങി. 10 മിനിറ്റ് നേരം ആക്രമണം നീണ്ടുനിന്നതായാണ് റിപ്പോർട്ടുകൾ. ഡ്രോണുകൾ നിർവീര്യമാക്കുന്ന ശബ്ദമാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കേട്ടതെന്ന് കുവൈറ്റ് ആർമി വ്യക്തമാക്കി. ആളപായം ഉണ്ടായിട്ടില്ലെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം. ഏത് മേഖലയിലാണ് ആക്രമണം ഉണ്ടായതെന്നും എത്ര ഡ്രോണുകൾ ചെറുത്തുവെന്നും വ്യക്തമല്ല. ബന്ദർ അബ്ബാസ് എയർപോർട്ടിന് സമീപം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു. ഇതേ സമയത്തായിരുന്നു കുവൈറ്റിലും ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന. എന്നാൽ ഇറാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുവൈറ്റ് ആരോപിച്ചിട്ടില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുത്തിട്ടുമില്ല. സുരക്ഷ മുൻനിർത്തി കുവൈറ്റിൽ ബലിപെരുന്നാളിന് ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞയാഴ്ച UAE കേന്ദ്രീകരിച്ച് ആക്രമണമുണ്ടായിരുന്നു. ഇറാഖിൽ നിന്നായിരുന്നു ആക്രമണം. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണത്തെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ അപലപിച്ചു. 24 ദുബായ്. ഹജ്ജ് കർമ്മങ്ങൾ അവസാന ഘട്ടത്തിൽ. തീർത്ഥാടകർ നാളെയും മറ്റന്നാളുമായി കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മിനായിൽ നിന്ന് മടങ്ങും. മിനായിലെ ജംറകളിൽ കല്ലേറ് കർമ്മം പുരോഗമിക്കുകയാണ്. ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ആശ്വാസത്തിലാണ് തീർത്ഥാടകർ. അറഫ സംഗമം, മുസ്ദലിഫയിലെ താമസം, ജംറയിലെ കല്ലേറ്, വിശുദ്ധ കാബയെ തവാഫ് ചെയ്യൽ, ബലി നൽകൽ, മുടിയെടുക്കൽ തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഭൂരിഭാഗം തീർത്ഥാടകരും പൂർത്തിയാക്കി. ഇന്നു മുതൽ 2-3 ദിവസം മിനായിൽ താമസിച്ച് 3 ജംറകളിലും തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കും. ബാക്കിയുള്ള സമയം തമ്പുകളിൽ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുകയാണ് തീർത്ഥാടകർ. ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഇത്തവണ പുണ്യഭൂമിയിൽ സൗദി ഹജ്ജ് മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ആധുനിക കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ ഹജ്ജിന് ഗവൺമെന്റ് വളരെ നല്ല രീതിയിലാണ് കൈകാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഇത്തവണത്തെ ആലോചിക്കുമ്പോൾ എല്ലാ നിലയ്ക്കും വളരെ സംതൃപ്തമായ രീതിയിലാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്രാവശ്യം സൗദി ഗവൺമെന്റ് നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് ഹാജിമാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും ഭക്ഷണം അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്യുന്നത്. ഹജ്ജ് മിഷൻ ഹാജിമാർക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പുകൾക്കുള്ള ഭക്ഷണ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാറ്ററിംഗ് കമ്പനികളാണ്. എന്നെ പോലെയുള്ള ഒരുപാട് പേര് ഇവിടെ ഭക്ഷണ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കല്ലേർ കർമ്മങ്ങൾക്ക് ശേഷം ഭൂരിഭാഗം തീർത്ഥാടകരും മീനായിൽ നിന്ന് മടങ്ങും. ബാക്കിയുള്ളവർ ശനിയാഴ്ച നടക്കുന്ന കല്ലേർ കർമ്മം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇന്ത്യയിൽ നിന്നുള്ള ഹർജ് തീർത്ഥാടകരെല്ലാം ഇതുവരെയുള്ള കർമ്മങ്ങൾ സുഗമമായി പൂർത്തിയാക്കിയതായി ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. ശക്തമായ ചൂട് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ തീർത്ഥാടകർ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. 43 ഇന്ത്യൻ തീർത്ഥാടകർ ഇതുവരെ മരിച്ചതായും കോൺസൽ ജനറൽ 24നോട് പറഞ്ഞു. ഹജ്ജ് കർമ്മങ്ങൾക്കായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പായി മീനായിലെത്തിയ ഇന്ത്യൻ തീർത്ഥാടകർ ചൊവ്വാഴ്ച അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് ബുധനാഴ്ച രാവിലെ മീനായിൽ തന്നെ തിരിച്ചെത്തി. ജംറയിലെ കല്ലേറും ബലി നൽകലും ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കിയ തീർത്ഥാടകർ ഇപ്പോൾ തുടർ കർമ്മങ്ങളുടെ ഭാഗമായി മീനായിലെ തമ്പുകളിലാണ്. കർമ്മങ്ങൾ പൂർത്തിയാക്കി നാളെയും മറ്റന്നാളുമായി തീർത്ഥാടകർ മീനായിൽ നിന്ന് മടങ്ങുമെന്ന് ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. Most of our Hajis are resting in Mina and they will stay here till 11th, 12th, and some of them would continue to stay till 13th of Zilhijjah, and then they would proceed from there to their accommodation in Makkah. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ശക്തമായ ചൂട് അനുഭവപ്പെടുന്നതിനാൽ ഈ സമയത്ത് ടെന്റുകൾക്ക് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. And also to particularly avoid the peak period which are seeing to record high temperature, that is between 10 a.m. to 2 p.m. is a period that has been identified as a period when the Hajis have been advised to stay indoors and only leave from their tents after this period for any of these rituals. And ഇന്ത്യയിൽ നിന്നെത്തിയ ഹജ്ജ് തീർത്ഥാടകരിൽ 43 പേർ ഇതുവരെ സൗദിയിൽ വെച്ച് മരിച്ചതായും കോൺസൽ ജനറൽ 24നോട് പറഞ്ഞു. The overall number of deaths currently in the Kingdom of Saudi Arabia of Indian Hajj pilgrims is 43. The number, of course, is
will evolve as we get more information about pilgrims, particularly those admitted in the hospitals. But the number also includes our pilgrims under the private sector. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ജൂൺ 1 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിക്കും. ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത 71,000-ഓളം തീർത്ഥാടകരുടെ മദീന സന്ദർശനവും ഹജ്ജിന് ശേഷം ആരംഭിക്കും. മിനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. യാത്രക്കാർക്ക് വൻ ഓഫറുമായി എക്സ്പ്രസ് സെയിൽ ആരംഭിച്ച എയർ ഇന്ത്യ 50% വരെ ഡിസ്കൗണ്ടിൽ 50 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തും. ഒക്ടോബർ 10 വരെയുള്ള യാത്രകൾക്കാണ് ഓഫർ ലഭിക്കുക. ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ 50 ലക്ഷം സീറ്റുകൾ 50% വരെ ഡിസ്കൗണ്ടിൽ നൽകിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സെയിൽ ആരംഭിച്ചിരിക്കുന്നത്. എക്സ്പ്രസ് ലൈറ്റ്, എക്സ്പ്രസ് വാല്യൂ നിരക്കുകളിലാണ് 50% വരെ ഇളവ് ലഭിക്കുന്നത്. ജൂൺ 15 മുതൽ ഒക്ടോബർ 10 വരെയുള്ള യാത്രകൾക്കായി മെയ് 31-നകം ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക. ഓഫർ സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഈടാക്കുന്നതല്ല. ബിസിനസ് ക്ലാസ്സിന് തുല്യമായ ബിസ് വിഭാഗത്തിൽ ടിക്കറ്റ് എടുക്കുന്ന ഡാറ്റ നൂപ്പാസ് അംഗങ്ങൾക്ക് 20% വരെ ഡിസ്കൗണ്ടും എക്സ്പ്രസ് എഹെഡ് മുൻഗണനാ സേവനങ്ങളും ലഭിക്കും. 300 രൂപ വരെ അധിക ഡിസ്കൗണ്ടും 8% വരെ ന്യൂ കോയിനുകൾ നേടാനും സാധിക്കും. സീറ്റ്, ഭക്ഷണം, 10 കിലോ അധിക ചെക്ക് ഇൻ ബാഗേജ്, 3 കിലോ അധിക ഹാൻഡ് ബാഗേജ് എന്നിവയ്ക്ക് 30% വരെ ഡിസ്കൗണ്ടും ലഭിക്കും. വിദ്യാർത്ഥികൾ, മുതിർന്ന പൗരർ, സായുധ സേനാംഗങ്ങൾ, അവരുടെ ആശ്രിതർ എന്നിവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെ പ്രത്യേക നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നിലവിലെ ആഗോള സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ വിമാനയാത്രക്കാർക്ക് ആശ്വാസകരമായ തീരുമാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്. സുഖപ്രദമായ സീറ്റുകൾ, ഭക്ഷണം, മികച്ച സേവനം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച് എക്സ്പ്രസ് വാലി ബാത്ത് ഹേ ക്യാമ്പയിൻ അടുത്തിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയിരുന്നു. 24 ദുബായ്. ദുബായിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ കമ്പനി ലക്ഷങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്തതായി മലയാളി വ്യവസായികളുടെ പരാതി. കയറ്റുമതി ഇറക്കുമതി സ്ഥാപനമായ KN ട്രേഡിംഗ് ആണ് പരാതി നൽകിയിരിക്കുന്നത്. മറ്റ് പല കമ്പനികളെയും പറ്റിച്ച് ഈ സ്ഥാപനം കമ്പനി പൂട്ടി മറ്റൊരിടത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നതായും ആരോപണമുണ്ട്. വ്യാജ ബാങ്ക് രേഖകൾ ഉണ്ടാക്കി രാജസ്ഥാൻ സ്വദേശികളുടെ ഉടമസ്ഥതയിൽ ദുബായിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനി മലയാളി വ്യവസായികളെ വഞ്ചിച്ചെന്നാണ് പരാതി. KN ട്രേഡിംഗിൽ നിന്ന് തേങ്ങ വാങ്ങിയ കമ്പനി മാസങ്ങളോളം പണം നൽകാതെ ഇവരെ പറ്റിച്ചു. പിന്നീട് പണം അയച്ചതായി പറഞ്ഞു. തെളിവായി ബാങ്ക് രേഖകൾ കാട്ടി. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ രേഖകൾ വ്യാജമാണെന്ന് വ്യക്തമായത്. പിന്നാലെ ഇവർ ദുബായ് ചേംബറിലും ദുബായ് സിവിൽ കോടതിയിലും പരാതി നൽകി. ഇവിടെ നിന്നൊക്കെ അനുകൂല വിധി ലഭിച്ചെങ്കിലും കുറ്റാരോപിതരായവർ കമ്പനി പൂട്ടി. ഇതേ കമ്പനി മറ്റൊരു രീതിയിൽ ഇപ്പോഴും UAE-യിൽ തന്നെ പ്രവർത്തിക്കുന്നതായും ഇവർ പറയുന്നു. നമ്മളായിട്ട് ട്രാൻസാക്ഷൻ ചെയ്ത കമ്പനി ഒരു പാർട്ട്ണറായിരുന്നു മെയിൻ മാനേജിംഗ് ഡയറക്ടർ. സെക്കൻഡ് കമ്പനി അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള വേറെ പാർട്ട്ണറാണ്. ഇനിയിപ്പോൾ ആ കമ്പനിയിൽ വല്ല ക്ലെയിം വരുമ്പോഴത്തേക്കും അവരുടെ കൂട്ടത്തിലുള്ള വേറൊരു പാർട്ട്ണർ വെച്ചിട്ട് വേറെ ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ എല്ലാം ഈ ഒറ്റ കമ്പനീൻ്റെ പേരിൽ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്യണത്. കാലങ്ങളോളം ഉള്ള ആ ട്രാൻസാക്ഷൻ അവർ കാണിച്ചിട്ടാണ് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നിരവധി കമ്പനികളെ ഇതുപോലെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ടെന്നും 8 കമ്പനികളുടെ വിവരങ്ങൾ തങ്ങൾക്കറിയാമെന്നും KN ട്രേഡിംഗ് കമ്പനി ഉടമകൾ പറഞ്ഞു. ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ കേസുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ നീക്കം. KN ട്രേഡിംഗ് കമ്പനി ഉടമകളായ KN അബ്ദുൽ ഗഫൂർ, ഹാഫിം അൽ കാസിം, ഹാരിസ് അൽ കാസിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ദുബായ് പോലീസ്. വിവിധ വെബ്സൈറ്റുകൾ മുഖേന ക്രെഡിറ്റ് കാർഡുകൾ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മുന്നറിയിപ്പ്. 2 മില്യൺ ദിർഹം വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് പോലീസ് പറയുന്നു. സംശയാസ്പദമായ വെബ്സൈറ്റുകളിലൂടെയും ഓൺലൈൻ പേജുകളിലൂടെയും പ്രൊമോട്ട് ചെയ്യുന്ന മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനെതിരെയാണ് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാജ്യത്തിന് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ക്രിമിനൽ ശൃംഖലകൾ വ്യാജ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി മോഷ്ടിച്ച ബാങ്കിംഗ് ഡാറ്റയും ക്രെഡിറ്റ് കാർഡുകളും വിൽക്കുന്നുണ്ടെന്ന് ദുബായ് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ സംഘത്തിന് ദുബായിലും സ്ലീപ്പർ സെൽസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നോ എന്തെങ്കിലും അപ്രതീക്ഷിത കിഴിവുകൾ ഉണ്ടായാൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ ആന്റി ഫ്രോഡ് സെന്റർ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അലി അൽ യമ്മഹി പറഞ്ഞു. പെട്ടെന്നുള്ള ഇടപെടൽ അധികാരികൾക്ക് മോഷ്ടിച്ച ഫണ്ടുകൾ വീണ്ടെടുക്കാനും
നഷ്ടം പരിമിതപ്പെടുത്താനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമാനുസൃത സേവനദാതാക്കളെ പോലെ തോന്നിപ്പിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ കാർഡ് വിവരങ്ങൾ നൽകുന്നതിലൂടെയോ വ്യാജ പേയ്മെന്റ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെയോ ഇരകൾ പലപ്പോഴും അറിയാതെ തന്നെ തങ്ങളുടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ വെളിപ്പെടുത്താറുണ്ടെന്ന് പോലീസ് പറയുന്നു. മോഷ്ടിക്കപ്പെട്ട കാർഡ് ഡാറ്റ പിന്നീട് ക്രിമിനൽ നെറ്റ്വർക്കുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെടും. ഡാറ്റ ചോർന്നതിന് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷമാകും അവ ഉപയോഗിക്കുന്നത്. ഇത് തട്ടിപ്പിന്റെ ഉറവിടം തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് 2 ലക്ഷം ദിർഹം മുതൽ 2 മില്യൺ ദിർഹം വരെ പിഴയും ലഭിക്കും. 24 ദുബായ്. ഓസ്ട്രേലിയയിൽ പുതിയ നികുതി നിർദ്ദേശത്തെ ചൊല്ലി രാഷ്ട്രീയ പോര്. ഡെത്ത് ടാക്സ് എന്ന് വിശേഷിപ്പിച്ച പ്രതിപക്ഷവും രംഗത്തെത്തി. ഓസ്ട്രേലിയയിൽ നിന്നും സംഗീത ഗോപിനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ പുതിയ നികുതി നിർദ്ദേശത്തെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ വിവാദം ശക്തമാകുന്നു. പ്രതിപക്ഷം ഡെത്ത് ടാക്സ് എന്ന് വിശേഷിപ്പിക്കുന്ന നികുതി മാറ്റ നിർദ്ദേശത്തിൽ ഭേദഗതികൾ വരുത്തുമോ എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഫെഡറൽ ബഡ്ജറ്റിന്റെ ഭാഗമായി 2028 ജൂലൈ മുതൽ ചില പ്രത്യേക ട്രസ്റ്റുകൾക്ക് 30% കുറഞ്ഞ നികുതി നിരക്ക് നടപ്പാക്കാനാണ് ലേബർ സർക്കാരിന്റെ നിർദ്ദേശം. പ്രത്യേകിച്ച് മരണശേഷം വിൽപത്രം വഴി രൂപീകരിക്കുന്ന ചില ട്രസ്റ്റുകൾക്കും ഈ മാറ്റങ്ങൾ ബാധകമാകുമോ എന്ന ആശങ്ക സമൂഹത്തിൽ ഉയരുന്നുണ്ട്. എന്നാൽ ഇത് ആളുകളുടെ പാരമ്പര്യ സ്വത്തിന്മേൽ നേരിട്ട് ചുമത്തുന്ന ഡെത്ത് ടാക്സ് അല്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. കുടുംബങ്ങൾക്കുള്ള അവകാശ സ്വത്തോ പാരമ്പര്യമായി ലഭിക്കുന്ന സമ്പത്തോ സർക്കാർ നികുതിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം പ്രതിപക്ഷ സഖ്യം സർക്കാർ സാധാരണ കുടുംബങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക നടപടികളിലേക്ക് നീങ്ങുകയാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ സർക്കാർ പറയുന്നത് നികുതി സംവിധാനത്തിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവരികയും ചില നികുതി ഒഴിവാക്കൽ രീതികൾ നിയന്ത്രിക്കുകയുമാണ് ലക്ഷ്യമെന്നാണ്. നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് പൊതുജനങ്ങളുമായും ബന്ധപ്പെട്ട മേഖലകളുമായും കൂടുതൽ ചർച്ചകളും ആലോചനകളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. പുതിയ നികുതി നിർദ്ദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പോരാട്ടം ഓസ്ട്രേലിയയിൽ കൂടുതൽ ശക്തമാകുന്നതിനിടെ വരും മാസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സംഗീത ഗോപിനാഥ്, 24 ഓസ്ട്രേലിയ. വീണ്ടും കാത്തിരിപ്പിനൊടുവിൽ റഹീം വീട്ടിലെത്തി. റിയാദിലെ 20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ മരണശിക്ഷയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച അബ്ദുൾ റഹീം കോഴിക്കോട് ഫറോക്കിലെ വീട്ടിലെത്തി. വൈകാരികമായ രംഗങ്ങൾക്കാണ് കോടമ്പുഴയിലെ വസതി സാക്ഷ്യം വഹിച്ചത്. മോചനത്തിനായി ഒപ്പം നിന്നവർക്ക് നിറമിഴികളോടെ അബ്ദുൾ റഹീമും ഫാത്തിമയും നന്ദി പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 24 ഉൾപ്പെടെ നടത്തിയ പരിശ്രമങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടത്. ഉമ്മയും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും കണ്ണീരോടെ സംസാരിക്കുന്നതും തോരാത്ത കണ്ണീരുമായി കാത്തിരുന്ന ഉമ്മ ഫാത്തിമയെ പ്രിയപ്പെട്ട മകൻ കണ്ടപ്പോൾ തറവാട് വീടായ സീനത്ത് മനസ്സിലിൽ സന്തോഷ പെരുന്നാളായി. കണ്ണീരിന്റെ 20 പെരുന്നാളുകൾക്കൊടുവിൽ ഇനി മുതൽ അബ്ദുൾ റഹീം ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം. പുതുജന്മത്തിന് വഴിയൊരുക്കിയ മുഴുവൻ പേർക്കും നിറമിഴികളോടെ അബ്ദുൾ റഹീം നന്ദി പറഞ്ഞു. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസകൾ. മകൻ തിരികെ എത്തിയതിന്റെ സന്തോഷത്തിൽ ഉമ്മ ഫാത്തിമയുടെ വാക്കുകൾ ഇടറി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എൻ്റെ കുട്ടീനെ തമ്പ വെക്കണി, എൻ്റെ കുട്ടീൻ്റെ തെറ്റി കിട്ടി. അൽഹംദുലില്ലാ, എത്ര കണ്ട് സൂക്ഷിക്കണം. നിങ്ങളൊക്കെ സേവനം കൊണ്ട് താഴ്ത്തിയാണ്. എല്ലാവർക്കും സന്തോഷം മക്കളെ. ഇതിനൊക്കെ ഫലം അള്ള തരും, അല്ലാതെ ഞാൻ തന്നാൽ തരൂല. എനിക്ക് അത്രയും നിങ്ങളെ കൊണ്ടൊക്കെ ഉപകാരം കിട്ടി. പെരുന്നാള് വലിയ പെരുന്നാൾ തന്നെയായി. പെരുന്നാൾ, 2 പെരുന്നാൾ, ഒന്ന് എൻ്റെ പെരുന്നാൾ, ഒന്ന് അള്ളാൻ്റെ പെരുന്നാൾ. ഇന്ന് രാവിലെ 7:30യോടെയാണ് അബ്ദുൾ റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. 2006 സൗദി പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലായിരുന്നു അബ്ദുൾ റഹീം. ദിയാദനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമായത്. ടീം 24 കോഴിക്കോട്.
സൗദി അറേബ്യയിലെ ജിസാനിൽ മരിച്ച വേങ്ങര ചേറൂർ സ്വദേശി ഷാഹിദിന്റെ മൃതദേഹം ജിസാനിൽ ഖബറടക്കി. അവധി ദിനമായിരുന്നിട്ടും മണിക്കൂറുകൾക്കകം നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് ഇന്നലെ മൃതദേഹം സംസ്കരിച്ചത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ്, ജിസാൻ, KMCC എന്നിവയ്ക്ക് ബന്ധുക്കൾ നന്ദി അറിയിച്ചു. നാട്ടിൽ നിന്നും ബന്ധുക്കളുടെ സമ്മതപത്രം കിട്ടിയുടൻ സൗദിയിലെ നടപടിക്രമങ്ങളുമായി വളരെ വേഗം മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ത്യൻ കോൺസുലേറ്റ്, സൗദി ആരോഗ്യ മന്ത്രാലയം, പോലീസ് സ്റ്റേഷൻ, തൊഴിൽ മന്ത്രാലയം, മുനിസിപ്പാലിറ്റി, മൃതദേഹ പരിപാലന കേന്ദ്രം, ജോലി ചെയ്യുന്ന കമ്പനി എന്നിവയിൽ നിന്നെല്ലാം ആവശ്യമായ രേഖകൾ സംഘടിപ്പിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. മാതൃദിനത്തോടനുബന്ധിച്ച് 100 അമ്മമാർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിക്ക് ന്യൂയോർക്ക് കേരള സമാജം തുടക്കമിട്ടു. മുഖ്യാതിഥിയായി എത്തിയ ഡോക്ടർ രാജു നാരായണസ്വാമി IAS ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ന്യൂയോർക്കിൽ നിന്ന് മനേഷ് ചിറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമേരിക്കയിലെ മലയാളി കൂട്ടായ്മകൾ നാടിന്റെ കാർഷിക സംസ്കാരവും പൈതൃകവും നെഞ്ചിലേറ്റി മുന്നോട്ട് പോകുന്നതിന്റെ മികച്ച ഉദാഹരണമായി മാറുകയായിരുന്നു ന്യൂയോർക്ക് കേരള സമാജം വാർഷിക ആഘോഷ പരിപാടികൾ. This evening we are here to celebrate a remarkable journey that started in 1971. ഈ സംഘടന കേരളത്തിലെ അമേരിക്കയിലെ ഏറ്റവും ആദ്യത്തെ മലയാളി സംഘടനയാണ്. മാതൃദിനത്തോടനുബന്ധിച്ച് സമാജം നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഔദ്യോഗിക തുടക്കവും വേദിയിൽ വെച്ച് നടന്നു. 100 അമ്മമാർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന പദ്ധതി 2 അമ്മമാർക്ക് തൈകൾ നൽകിക്കൊണ്ട് ഡോക്ടർ രാജു നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ധർമ്മസ്വരൂപത്തിന്റെ അഗ്നിമുഖം, അങ്ങനെയാണ് ഈ സംഘടനയെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 54ാമത്തെ പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. പ്രസിഡന്റ് ഹേമചന്ദ്രൻ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ബോർഡ് ഓഫ് ട്രസ്റ്റ് ചെയർമാൻ വർഗീസ് K. ജോസഫ്, സെക്രട്ടറി മാത്യുക്കുട്ടി ഈശോ, ട്രഷറർ വിനോദ് KRK, വൈസ് പ്രസിഡന്റ് ഷാജി വർഗീസ് ഡെൻസിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. ഒരു ദിവസം അന്തി ഉറങ്ങാൻ ദൂരെയില്ലാത്ത ആൾക്കാർ ധാരാളം കേരളത്തിലുണ്ട്. അവർക്കൊരു ചെറിയ ഭവനം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം. എല്ലാവർക്കും ഈസ്റ്ററിന്റെയും വിഷുവിന്റെയും മധ്യസ്ഥയും ആശംസകൾ നേർന്നുകൊണ്ടിട്ട് വാക്ക് ചുറ്റുന്നു. നന്ദി, നമസ്കാരം. സാറിന്റെ ഗവൺമെന്റ് സർവീസ് ഒക്കെ 2 വർഷത്തിനകത്ത് അവസാനിക്കും. പക്ഷേ അമേരിക്ക അങ്ങേ മാടി ന്യൂയോർക്കിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രവാസ ലോകത്തും മലയാള തനിമയും കാർഷിക പൈതൃകവും സംരക്ഷിക്കുന്ന ന്യൂയോർക്കിലെ കേരള സമാജത്തിന്റെ പ്രവർത്തനങ്ങളും പദ്ധതികളും വരും നാളുകളിൽ പ്രവാസി സമൂഹത്തിൽ കൂടുതൽ കരുത്തു പകരുക തന്നെ ചെയ്യും. മനേഷ് ചിറക്കൽ, 24 USA. ഷാർജ CSI പാരിഷ് അൽമായ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പദ്ധതിയായ കനിവിന്റെ കാരുണ്യ സന്ധ്യ നാളെ നടക്കും. വൃക്കരോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിരോധ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയിട്ടുണ്ട്. ദുബായ് ഹെൽത്തിലെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ധന്യ മോഹൻ സെഷന് നേതൃത്വം നൽകും. 2 കൊയർ ഗ്രൂപ്പുകൾ സംയുക്തമായി അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും പരിപാടിയിലുണ്ടാകും. 3.5 പതിറ്റാണ്ടോളം UAE-യിൽ സജീവ സാന്നിധ്യമായിരുന്ന ഭാരതീയം അബുദാബി പ്രസിഡന്റും വിവിധ കലാ സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന വേണുഗോപാലിന് ഭാരതീയം അബുദാബി യാത്രയയപ്പ് നൽകി. അബുദാബിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സംഗമത്തിൽ UAE-യിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ച് വേണുഗോപാലും ചടങ്ങിൽ സംസാരിച്ചു. ഭാരതീയം അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. 2022 ഇക്വറ്റോറിയൽ ഗിനിയെ പിടിച്ചെടുത്ത ഹീറോയിക് ഐഡൻ എന്ന കപ്പലിലെ ജീവനക്കാർക്ക് വൻ നഷ്ടപരിഹാരം. ഇന്റർനാഷണൽ ട്രൈബ്യൂണൽ ഫോർ ദ ലോ ഓഫ് ദ സീ ആണ് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത്. കപ്പലിലെ 26 ജീവനക്കാരിൽ 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. 2022 ഓഗസ്റ്റിലാണ് ഹീറോയിക് ഐഡൻ എന്ന മാർഷൽ ഐലൻഡിന്റെ പതാകയുള്ള കപ്പൽ ഇക്വറ്റോറിയൽ ഗിനിയ പിടിച്ചെടുത്തത്. കപ്പലിൽ അന്നുണ്ടായിരുന്ന ജീവനക്കാർക്ക് പ്രതിദിനം $1750 വീതം 92 ദിവസത്തെ അന്യായ തടങ്കലിന് ഇക്വറ്റോറിയൽ ഗിനിയ നഷ്ടപരിഹാരം നൽകണം. രാജ്യാന്തര സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ഗിനിയ കപ്പൽ തടഞ്ഞുവെച്ചതെന്ന് 5 അംഗ ജഡ്ജിമാരുടെ പ്രത്യേക പാനൽ വിധിച്ചു. ഹീറോയിക് ഐഡൻ കപ്പൽ കടൽ കൊള്ളയിലോ എണ്ണമോഷണത്തിലോ ഏർപ്പെട്ടിരുന്നുവെന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് കോടതി വ്യക്തമാക്കി. കപ്പലിലെ 26 ജീവനക്കാരിൽ 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഓഫീസറായിരുന്ന സനു ജോസ്, കൊച്ചി സ്വദേശി മിൽട്ടൺ, സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരനും കൊല്ലം സ്വദേശിയുമായ വിജിത് V. നായർ എന്നിവരാണ് അന്യായമായി തടങ്കലിലാക്കപ്പെട്ട മലയാളികൾ. നിലമേൽ കൈതോട് നിന്ന് വിജിത് V. നായർ.
2022 നവംബറിൽ കപ്പലും ജീവനക്കാരെയും ഇക്വറ്റോറിയൽ ഗിനിയ നിയമവിരുദ്ധമായി നൈജീരിയൻ അധികൃതർക്ക് കൈമാറിയിരുന്നു. നൈജീരിയയിലെ കസ്റ്റഡിയിൽ കപ്പൽ ജീവനക്കാർ കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു. മലേറിയയും ടൈഫോയിഡും ബാധിച്ച് പലരുടെയും ആരോഗ്യം മോശമായി. ഒടുവിൽ കപ്പൽ കമ്പനിയും നൈജീരിയൻ സർക്കാരും കോടതിക്ക് പുറത്തുണ്ടാക്കിയ ധാരണയുടെയും വൻതുക പിഴയായി നൽകിയതിന്റെയും അടിസ്ഥാനത്തിൽ 2023 മെയ്യിലാണ് ജീവനക്കാർ മോചിതരായത്. വളരെ ചരിത്രപരമായ ഒരു വിധി ഇന്നലെ വരികയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് നാവികർ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇല്ലീഗലായിട്ട് ഞങ്ങളെ ഡിറ്റൻഷൻ ചെയ്യുകയും ഒരു 3 മാസം ഇക്വറ്റോറിയൽ ഗിനിയ അവിടെ പിടിച്ചൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ഞങ്ങളുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ കള്ളന്മാരെന്നും കൊള്ളക്കാരെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം അവിടുത്തെ എല്ലാം നന്ദിയുള്ളൂ. കാരണം ഇത് ചരിത്രപരമായ വിധിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് കപ്പൽ പിടിച്ചെടുത്ത ഇക്വറ്റോറിയൽ ഗിനിയക്കെതിരെ കപ്പലിന്റെ ഫ്ലാഗ് സ്റ്റേറ്റായ മാർഷൽ ഐലൻഡാണ് അന്താരാഷ്ട്ര ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.